എല്ലാവർക്കും നമസ്കാരം. കലയെ സ്നേഹിക്കുന്ന, എന്നെ ആരാധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ ഊപ്പുകൈ. തോൽപ്പാവക്കൂത്ത് എന്ന കലാരൂപം എത്രയോ വർഷങ്ങളായി കേരളത്തിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമായി പൂരം ഉത്സവ സമയങ്ങളായിട്ടുള്ള ജനുവരി മാസം മുതൽ ഒരു 5 മാസക്കാലം പാലക്കാട് കൂടാതെ തൃശൂർ, മലപ്പുറം ഈ ജില്ലകളിൽ ഇപ്പോഴും അവതരിപ്പിച്ചു വരുന്ന ഒരു പ്രധാന കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. ഭദ്രകാളിക്ക് വേണ്ടി, ദേവി പ്രീതിക്ക് വേണ്ടി, അതായത് ഭദ്രകാളി ദാരികാസുരവധം ചെയ്യാൻ പോയ അതേ സമയത്ത് തന്നെ ആയിരുന്നു അത്രേ ഈ രാമരാവണ യുദ്ധം ഉണ്ടായിരുന്നത്. രാമരാവണം യുദ്ധം കാണുവാൻ ദേവിക്ക് സാധിക്കാത്ത കാരണം കൊണ്ടാണ് ദേവീക്ഷേത്രങ്ങളിൽ ഇപ്പോഴും പാവക്കൂത്തായി അവതരിപ്പിച്ചു വരുന്നത്, അതായത് നേൾ നാടകമായി അവതരിപ്പിച്ചു വരുന്നത്. ഇത് ലോകത്തിൽ തന്നെ ആദ്യത്തെ കലാരൂപമാണ്. ആദ്യത്തെ കലാരൂപം എന്ന് പറയുവാനുള്ള പ്രധാനമായ കാരണം, ആദ്യം ഒരു ചൈതന്യമുണ്ടായി, പിന്നെ പ്രകൃതി ഉണ്ടായി, സൂര്യനുണ്ടായി, സൂര്യ വെളിച്ചമുണ്ടായി. ആ സൂര്യ വെളിച്ചത്തിലൂടെ ആദ്യ മനുഷ്യൻ അവന്റെ അവയവങ്ങളായിട്ടുള്ള കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും ചലനം സൃഷ്ടിക്കുകയും ആ ചലനവും നൃത്തവും വെളിച്ചവും ചേർന്ന് രൂപം കൊണ്ട ലോകത്തിലെ ആദ്യത്തെ കലാരൂപമാണ് നിഴൽപ്പാവക്കൂത്ത് അഥവാ നിഴൽ നാടകം. ഈ നിഴൽപ്പാവക്കൂത്തിൽ നിന്നാണ് നിഴൽ നാടകങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നാടകങ്ങളുടെ ഉത്ഭവം തന്നെ ഈ നിഴൽപ്പാവകളിൽ നിന്നാണ്. പക്ഷേ ആദ്യത്തെ കഥ എന്താണോ എന്ന് ചോദിച്ചാൽ അത് ആർക്കും പറയുവാൻ സാധിക്കില്ല. കാരണം ആദ്യ മനുഷ്യൻ അവന്റെ ആംഗ്യഭാഷയിലൂടെയും അതുപോലെ തന്നെ ഭാഷയില്ലാത്ത കാലത്ത് ആംഗ്യഭാഷയിലൂടെ പല കഥകളും ചിട്ടപ്പെടുത്തി അങ്ങനെ അഭിനയിച്ചിരിക്കാം എന്ന് മാത്രമേ ഊഹിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഈ കലാരൂപം പിന്നീട് രാമായണ കഥയ്ക്ക് പുറമെ, രാമായണം ഉണ്ടാവുന്നതിന് മുൻപേ തന്നെ പൂർവികന്മാർ തുടർന്നു വന്ന ആ പാവകളി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പാവക്കൂത്ത് അഥവാ ഷേടപ്പറ്റി എന്ന് പറയുന്ന കലാരൂപം പല രാജ ഹരിചന്ദ്ര നാടകം, അതുപോലെ നല്ലതാങ്കാൾ കഥ, കോവിലൻ കഥ, ഈ കഥകളൊക്കെയായിരുന്നു പണ്ടുകാലത്ത് അവതരിപ്പിച്ചു വന്നിരുന്നത്. ഭദ്രകാളിയുടെ ആ കഥയുടെ അടിസ്ഥാനത്തിൽ ഭദ്രകാളിക്ക് വേണ്ടി സാക്ഷാൽ പരമേശ്വരൻ തന്നെ തന്റെ പുത്രിക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ ഒരു കലാരൂപമാണ് കമ്പരാമായണം, തോൽപ്പാവക്കൂത്ത്, ആടൽപ്പറ്റ് എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നു. തോൽപ്പാവക്കൂത്തിന് ഏത് കഥയാണ് പ്രധാനമായിട്ടും? പ്രധാനമായിട്ടും മറ്റുള്ള കഥകളെല്ലാം ഈ രാമായണത്തിന് മുൻപ് ഉണ്ടായിരുന്നുവെങ്കിലും രാമായണം കഥ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ എപ്പോഴാണ് അവതരിപ്പിക്കുവാനുള്ള വേദി ഉണ്ടായത്, അന്ന് മുതൽ രാമായണം കഥ, രാമ അവതാരം മുതൽ പട്ടാഭിഷേകം വരെയുള്ള കഥയാണ് ഇപ്പോഴും 7 ദിവസം, 14 ദിവസം, 21 ദിവസം തുടർച്ചയായി പൂരം ഉത്സവത്തിന്റെ ഭാഗമായി നാടിന്റെ ഐശ്വര്യത്തിനും അതുപോലെ സമ്പന്നതയ്ക്കും വേണ്ടി ഇപ്പോഴും കൊണ്ടാടി വരുന്ന ഒരു പ്രധാനപ്പെട്ട കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. ഏത് സമയത്താണ് ഇത് അവതരിപ്പിക്കാറ്? രാത്രി 10 മണി മുതൽ നേരം വെളുക്കുവോളം 5 മണി വരെ ഉള്ള സമയത്തായിരിക്കും ഇതിന്റെ അവതരണ ശൈലി ഉണ്ടായിരിക്കുക. മാത്രമല്ല, ഈ നാടിന്റെ കൊയ്ത്തുത്സവങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡിസംബർ മാസത്തിന് ശേഷം എല്ലാ കൊയ്ത്തുത്സവങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ആർഭാടത്തിന്റെയും സന്തോഷത്തിന്റെയും ആരവത്തിന്റെയും കൊട്ടും പാട്ടും എല്ലാം കേൾക്കുവാൻ വേണ്ടി അന്നത്തെ ഒരു സമൂഹം, വേറൊരു മീഡിയ ഇല്ലാത്ത കാരണം കൊണ്ട് ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു മീഡിയ. ഈ കാരണം കൊണ്ട് എല്ലാവരും ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുകയും ഈ കലാരൂപത്തെ കണ്ട് ആസ്വദിച്ച് അവർക്ക് വേണ്ട അറിവ് കൊടുക്കുവാൻ പാവക്കൂത്തിലെ പണ്ഡിതന്മാരായിട്ടുള്ള പുലവർ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന പണ്ഡിതന്മാർ ഇതിനെ ചിട്ടപ്പെടുത്തി ജനങ്ങളിലേക്ക് അവർ പ്രധാനമായുള്ള ജീവിത സന്ദേശത്തിന്റെ ഭാഗമായി അറിവ് കൊടുത്തിരുന്നു. അതാണ് ഇതിന്റെ സന്ദേശം. പൂവിയനു കണിയായി
ஆன்று பொருத்தந்த புலத்திற்றாகி அவியகத்துரகடாகி ஐந்தினை நெறியாளாகி ചവിയുര തെളിந்த തണ്ണൊഴുക്കവും തഴുകിച്ചാന്തോ കവിയന കിടந்த ഗോദാപുരിയനേ തമ്പി കാണായി. Hey Lakshman, look at river Godavari like necklace of earth. Let us fulfill our stepmother's wish to wander in the forest for 14 years like saints. I think we better cross the river Sarayu, Chitraguda mountain and Dandagaranyam to reach Panchavati where we can build a Parnashala. Lakshman, please take care of it. As you wish, my brother. There are a lot of wild animals seen in this dense forest. Bear, tiger, elephant, lions, cheetahs, king cobras and wild oxen all moving freely. This may terrify Sita Devi. Better use fire or use an arrow to scare all of them. എടാ എടാ സ്മാപ്പൈ. Now the wild animals had gone away. There is a sword appearing in the sky. Let us take the sword and chop that huge tree. Tera! Oh no! What shall I do? At a time when the tree was chopped off, the Rakshasa body was split into two. And we saw that? No, we don't want that tree and this forest. Let us go somewhere else. Hi, look at there and see a beautiful huge tree suitable for building hermitage. Better cut that tree as early as possible. Tera! Home. Hi, home. Hi, home. Hi, home. Tera! Brother, I finished the job. Now we can stay in the Parnashala. Hey, Sita. While looking at the Parnashala made by my brother Lakshman, மாயம் நீங்கின சிந்தனை மாமரை தூய பால் கடல் வைகுண்டம் சொல்லலாம்
ആയക്കങ്കയറും പുനലണ്ടവേ ഏയ എമ്പി ചമൈത്തനശാലയേ. I feel the serene minds of Brahmins, the magnanimous river Ganga, and calm and composed deep ocean of milk. All good omen. We can shift here in next auspicious occasion. Sita? Oh, yes, Priyatama, as you wish. ആണി പൊന്നിനതാകിയ തായ്ക്കതിരാൽ ചേണിൽ ചുടർകിன்றതിൻ ചെവികാൻ മാണിക്യമയത്തൊരു മാനുളതാൻ കാണത്തക്കുമോ ഇതു കാരണനേ. My dear Swami, I saw a beautiful golden deer near our Parnashala. The dotted skin of it shines like 24-karat gold. What a gorgeous creature! I am very much attracted to it and I love to get it now. Swami, this is not like deers we saw in Chitrakoodam, Dandagaranyam. It is exceptional. Please get me that, Swami. Hurry. Oh, I want it. Come near, Lakshman, brother. Sita enticed by a golden deer roaming near Parnashala. I suspect that there's some deception happening. Find out the truth and inform me. Brother, do you remember that when we were in Ayodhya, Saint Vishwamitra wanted to protect from Subahu and his 2 crore battalion army? We killed all of them. Only Marijan came to us in disguise for dodging punishment. Brother, that Marijan is doing some magic tricks in deer form. Let us stop chasing him, please. Janaki is compelling me to catch that golden deer. She loves too much. If it goes far, I'll use an arrow, or if near, I'll catch it by hand. Lakshman, please take care of Parnashala and Janaki with utmost care. Be careful. As you wish, brother, I will do. Here, the deer is approaching. It is running fast. I have to carefully look at it. Oh dear, come near. ഇങ്ക വാ മാനേ, Come near here. ഇപ്പിടി വാ മാനേ, Come near to me, come. ഇങ്ക വാ മാനേ, Hey, come. ഇപ്പിടി വാ മാനേ. Hey, don't run away and hide. Come near. ஓராதே நீ என் முன் வந்தாய், உன்னை விரும்பி யான் வந்தேன். சீரார் கமல சீதேவி சென்று பிடித்து தாவின்றார். வாராய் மானே நீ மறுபூங்குழலி வளர்க்கின்றாள். தாராரசுர தூணாகி தசையாய் நின்று தளர்வாயோ. Even if what Lakshman said was right, I must get this deer to satisfy Sita. It's running swiftly in front of me. I think I should use an arrow to bring it down. That is the only way. Yo, Sita! Help me! Lakshman, I'm hurt and I'm bleeding. Help me! Urgently, I'm getting killed by Rakshasas. Save me before I die! Sita! Lakshman, please come and help. Oh, the crooked Marijan is crying loud in my sound. What tragic situation I am in.
Risa, risa. Risa, risa.